ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ കാണിക്കുന്നത് മാമച്ചന്റെ വീടാണ്. രേവതിക്കുട്ടി മാമച്ചനെയും ഗ്രേസമ്മയെയും പൊരിക്കുന്നുണ്ട്. രണ്ടു പേരുടെയും ബ്ലഡ് ചെക്ക് ചെയ്ത റിസൾട്ട് വന്നിട്ടുണ്ട്. ഗ്രേസമ്മക്ക് നോർമലാണ്, പക്ഷേ മാമച്ചന് കുറച്ച് കൂടുതലാണ്. മാമച്ചനോട് പറയുന്നു, ഒരുപാട് ചിരിക്കണ്ട. IAS പരീക്ഷയുടെ റിസൾട്ട് വന്നതല്ല, ബ്ലഡ് ചെക്ക് ചെയ്ത റിസൾട്ടാണ്. എല്ലാത്തിലും കൂടുതലാണ്. നീ പറയുന്നതും ഡോക്ടർമാർ പറയുന്നതും നാട്ടുകാർ പറയുന്നതും എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ടും കൂടിയിട്ടുണ്ടെങ്കിൽ അത് ജെൻസിന്റെ ഗുണമായിരിക്കും. രേവതിക്കുട്ടി ചോദിക്കുന്നു, കട്ടുതിന്നുന്നതാണോ ജെൻസിന്റെ ഗുണം? ഗ്രേസമ്മയും രേവതിക്കുട്ടിക്ക് സപ്പോർട്ട് ചെയ്യുന്നു. അതിനിടയിൽ രേവതിക്കുട്ടിക്ക് അലീനയുടെ കോൾ വരുന്നു. ഞാൻ വരുന്ന വരെ രണ്ടുപേരും ഇവിടെ നിന്ന് അനങ്ങി പോകരുത് എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി പോകുന്നു. അലീനയോട് ചോദിക്കുന്നു, വൈജയന്തി മേഡം എന്തിനാ വീട് വിട്ട് ഇറങ്ങിപ്പോയത്? ബബിതയും രോഹിത്തും ഇപ്പോൾ എന്റെ പക്ഷത്താണല്ലോ. ആൾബലം ഇല്ലാത്തതുകൊണ്ട് അത് ഉള്ളിടത്തേക്ക് പോയി. രോഹിത്തിനെ കോളേജിൽ തിരിച്ചെടുത്തത് ആഘോഷിക്കാൻ വന്നതായിരുന്നു ഇന്നലെ. പക്ഷേ അപ്പോഴേക്കും മേഡം പോയില്ലേ? ബബിതക്കും രോഹിത്തിനും കൃഷ്ണക്കും അവരുടെ അമ്മയെ തിരിച്ചു കിട്ടണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകണം. അലീന ചോദിക്കുന്നു, നിന്റെ അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? രേവതിക്കുട്ടി പറയുന്നു, രണ്ടുപേരുടെയും ഫുൾ ബോഡി ചെക്കപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നിരിക്കാണ്. ഞങ്ങൾ അതിന്റെ ഒരു മീറ്റിംഗിലായിരുന്നു. നീ അവരെ രണ്ടുപേരെയും പൊരിക്കുകയാകും അല്ലേ? രേവതിക്കുട്ടി പറയുന്നു, ഞാൻ രണ്ടുപേരോടും വളരെ വിനയത്തോടെയാണ് പറയുന്നത്. അലീന പറയുന്നു, നിന്നെ എനിക്കറിയില്ലേ? അടുക്കളയിൽ ബബിത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അലീന ഫോൺ വയ്ക്കുന്നു. തിരിച്ചു വന്ന് നോക്കുമ്പോൾ മാമച്ചൻ ഉറങ്ങിയിരിക്കുന്നു. ഒപ്പം ഗ്രേസമ്മയും ഉണ്ട്. രേവതിക്കുട്ടിയും കൂടി വന്നിരിക്കുന്നു. അപ്പോഴാണ് ടോണി വരുന്നത്. വാതിൽ തുറക്കുന്നത് രേവതിക്കുട്ടിയാണ്. വായോ ഒരു ചായ കുടിക്കാം എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി ടോണിയെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോഴേക്കും ഗ്രേസമ്മയും മാമച്ചനും റെഡിയായി വരുന്നു. എല്ലാവരും കൂടി ഷെറിനെ കാണാൻ പോവുകയാണ്. ഷെറിനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നൊരു ആശങ്ക മാമച്ചനുണ്ട്. ടോണി പറയുന്നു, കുഞ്ഞിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ അത് ഷെറിൻ തന്നെ പറയണം. നിങ്ങൾ എന്റെ റിലേറ്റീവ്സ് ആണെന്ന് ഞാൻ പറയും. നിങ്ങൾ ഒന്ന് നിന്ന് തന്നാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ടോണി പറയുന്നു, ഞാൻ പോയി ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് വരാം. നിങ്ങൾ വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതി. അവരെ വണ്ടിയിലിരുത്തി ടോണി ഒറ്റയ്ക്ക് കയറി ചെല്ലുന്നു. ടോണി ഷെറിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഷെറിന്റെ ചേട്ടൻ എതിർക്കുന്നു. ഒരു വർഷം മുമ്പ് ഇവിടെ ഇട്ടിട്ട് പോയതല്ലേ, ഇപ്പോ എന്തിനാ അന്വേഷിച്ചു വന്നത്? ടോണി പറയുന്നു, എനിക്ക് എന്റെ ഭാര്യയെ എപ്പോൾ വേണമെങ്കിലും കാണാൻ അവകാശമുണ്ട്. എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കാം. ടോണിയുടെ ഭീഷണിക്ക് മുന്നിൽ ഷെറിന്റെ ചേട്ടൻ കീഴടങ്ങുന്നു. ഷെറിനെ കാണാൻ സമ്മതിക്കുന്നു. മാത്രമല്ല ഷെറിന്റെ അപ്പച്ചനെ വിളിച്ച് കാര്യം പറയുകയും ചെയ്യുന്നു. ഷെറിൻ വാതിൽ തുറക്കുന്നില്ല. ടോണി ചോദിക്കുന്നു, പൂട്ടിയിട്ടിരിക്കുകയാണോ? അതെ, ഇല്ലെങ്കിൽ പുറത്തേക്ക് പോകും. ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഷെറിൻ വാതിൽ തുറക്കുന്നു. ടോണിയെ കാണുന്ന ഷെറിൻ വിഷമം അടക്കാനാകാതെ ടോണിയെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. എന്നെ ഇട്ടിട്ട് പോയില്ലേ? എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതല്ലേ? ഇനി എന്നെ ഇട്ടിട്ട് പോകുമോ എന്നെല്ലാം ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ടോണിക്കും സങ്കടം അടക്കാനാകുന്നില്ല.